ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. നമ്മളെ ഇന്നത്തെ ദിവസം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ് ഗൈസ്. മറിച്ച് നല്ല തിരക്കിലാണ്. എന്താണ് ഉണ്ടാക്കുന്നത്? നമ്മള് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും ബീഫാണ് ഉണ്ടാക്കുന്നത്. വെള്ളിയാഴ്ച ഒന്നല്ല കേട്ടാ, വ്യാഴാഴ്ചയാണ് കേട്ടാ. നാളെ വെള്ളിയാഴ്ച അല്ല നാളെ വെള്ളിയാഴ്ച എന്നുള്ളത് ഓർമ്മയൊന്നുമില്ല. വാ കളിച്ചോ മോളി ഇപ്പൊ എണീച്ചതാട്ടാ. കുറച്ച് ലേറ്റ് ആയി. ആള് അതിന്റെ ഇടക്ക് എണീച്ചിട്ട് ഒന്ന് ഉറങ്ങിയിട്ട് അയ ഉറക്ക് നല്ല മസ്ത് ഉറക്കായി പോയി. പിന്നെ നമ്മള് ഒരു Q&A ചെയ്യാന്നുള്ളൊരു പ്ലാൻ എല്ലാം ഉണ്ട്. അപ്പൊ അതിന്റെ ചോദ്യങ്ങളൊക്കെ ഇപ്പൊ എങ്ങനെയാണ് എന്ത് ചെയ്യേണ്ട? നമ്മള് കമ്മ്യൂണിറ്റിയിൽ കമ്മ്യൂണിറ്റിയിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ഇടാം. അപ്പൊ അതിന്റെ താഴെ നിങ്ങള് എന്താ പറയാ പുതിയ പുതിയ ചോദ്യങ്ങൾ ഉണ്ടാവില്ല. പണ്ട് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ Q&A ചെയ്തതാണ്. അതിനുശേഷം ഇതുവരെ ചെയ്തിട്ടില്ല. കുറെ ചെയ്യുന്ന കുറെ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ചെയ്യാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഒരു വീഡിയോന്റെ തായാലും അതല്ലാതെ നിങ്ങൾക്ക് ആ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിന്റെ തായാലും നിങ്ങൾക്ക് പുതിയ പുതിയ ചോദ്യങ്ങൾ കേട്ടാ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ കല്യാണം കഴിഞ്ഞ സമയത്ത് എല്ലാം മൊത്തത്തിൽ കുറെ എന്തെല്ലോ ചോദിക്കുന്നുണ്ട് ഇപ്പൊ ആൾക്കാർ. അപ്പൊ അതെല്ലാം അങ്ങനെ അങ്ങ് പോരട്ടെ. നമുക്ക് അതിനുള്ള ആൻസർ ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് വരാം. വീക്കൊക്കെ ഇവിടെ മോളെ പോയാ അങ്ങോട്ടേക്ക് പോയാ അരിയാ അരി കൊടുത്തില്ല നിങ്ങള് തിന്നിട്ടില്ല. എന്നിട്ടേ അപ്പൊ നമ്മൾ ഇങ്ങനെയാട്ടാ ബീഫ് കറി ഉണ്ടാക്കൽ. നമ്മള് സവാള എണ്ണയിലും ഉള്ളിയോ തക്കാളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില എല്ലാം ഇതിൽ തന്നെ ഇടും. എന്നിട്ട് ഇതിൽ തന്നെ നമ്മൾ പൊടികൾ ഇടും കേട്ടോ. മഞ്ഞപ്പൊടി പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി എല്ലാരും ഉള്ളി വഴറ്റിയിട്ട് അങ്ങനെ ഇടുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഇങ്ങനെ കേട്ടോ ബീഫ് കറി ഉണ്ടാക്കല്. മുളക് പൊടി അങ്ങനെയൊന്നുമില്ല. ഉമ്മയെ ഞങ്ങക്ക് കാണിച്ചു തന്നിട്ടുണ്ടായത്. എൻ്റെ ഉമ്മ ഇങ്ങനെയാണ് ഉണ്ടാക്കല്. കുറച്ച് ഉപ്പ്, നമ്മള് പൊടികളെല്ലാം ഗരം മസാല അങ്ങനെയുള്ള ഐറ്റംസ്. കളിക്കുന്ന സമയത്ത് അങ്ങനെയാണ്. ജീരകം ഇപ്പൊ പൊടികളെല്ലാം ഇട്ടിട്ട് നല്ലോണം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട്, അതായത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം നിരട്ടിയിട്ട് നമ്മളെ ഈ കഴുകി വെച്ച ബീഫും അതിലിട്ടിട്ട് ജസ്റ്റ് ഒരു 8 വിസിലടുപ്പിച്ച് നമ്മള് ബീഫ് കറി റെഡി ആയിട്ടാ. നെസ്ബേബി നേരത്തെ ബാപ്പാനി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന. ബാപ്പ വരാത്തോണ്ട് നെസും ഉമ്മി കഴിക്കണേ. കുളിച്ചേനാട് എന്തായാലും അങ്ങനെ ഉണ്ടാവും. നമുക്ക് ബീഫ് വേണോ? ഉമ്മിനെ പോലെ പുട്ട് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്കല്ലേ? പുട്ട് ഇഷ്ടമാണ്. ബീഫ് വേണ്ട? കഴിച്ചോ. ചൂടുണ്ട്. മസീബുണ്ട് അപ്പുറത്തുണ്ട്. ഓന് വേറൊരു ആവശ്യത്തിന് പോവാൻ വേണ്ടിട്ട് ഇന്ന് രാവിലെ വന്നിട്ടുണ്ടായിന്. സായനാന്റെ അടുത്ത് ഉണ്ടായേ. ഇല്ല ഇന്ന് ലീവ് എടുത്ത് നീ വരുന്നില്ലാന്ന് പറഞ്ഞു. അമ്മ പറയുന്ന പോലെ ഓളെ എക്കോ അടിച്ചിട്ട് പറയില്ല കേട്ടാ. ഇപ്പൊ ഞാൻ പഴയങ്ങടി പേപ്പർ വർക്കാ. അശീബിന് ആരും ആവശ്യമില്ലല്ലേ പേപ്പർ വർക്ക് ചെയ്യാനും. അപ്പൊ അൽഹംദുലില്ലാ ഇപ്പൊ വസീബിന് ചെറിയൊരു ജോബ് ഉണ്ട് കേട്ടോ. ഇപ്പൊ പഠിച്ച സ്കൂളിൽ തന്നെ പേപ്പർ ബാഗും പിന്നെ അതുപോലെ തന്നെ ഫെനോയില് കാര്യങ്ങളൊക്കെ ഓർഡർ അനുസരിച്ചിട്ട് സ്കൂളിൽ തന്നെ. പിന്നെ പഞ്ചായത്തിന്റെ മെയിൻ ആയിട്ടല്ലേ പേപ്പർ ബാഗ് അല്ലേ പഞ്ചായത്തിന്റെ ഇതിലല്ലേ? അപ്പൊ നമ്മള് ഇവിടുത്തെ എല്ലാ പേപ്പറും ഓനെ കൊണ്ട് തന്നെ ചെയ്യിക്കുന്ന വെച്ച് കഴിഞ്ഞാല് എല്ലായിടത്തും പോയിട്ട് കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടിട്ട് തന്നെയാണ്. ബാങ്കിലായാലും മറ്റു പേപ്പർ വർക്കെല്ലാം നമ്മ ഓനെ കൊണ്ട് തന്നെ ചെയ്യിക്കല്. കാരണം എല്ലാം എക്സ്പീരിയൻസ് ആണെന്ന് വിചാരിച്ചിട്ട് ചെയ്ത് ഇപ്പൊ നമ്മളെക്കാടെ എല്ലാം കൂടുതൽ അറിയലും ഓനിക്കാണ്. എവിടെ പോയാലും മുൻഗണനയും ഓനിക്ക് തന്നെയാണ്. നമ്മ പോയാൽ ശരിയാവാത്ത സാധനം ഓന് പോയി കഴിഞ്ഞാല് വേഗം ശരിയാവും.
നമ്മളെ ലൈഫിലേക്ക് ഒരു ബേബി വരുന്ന സമയത്ത് ലൈഫിൽ ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമുണ്ട് അല്ലേ? അതിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളെ ബേബിക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡയപ്പർ സെലക്ട് ചെയ്യാന്നുള്ളത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ സൈസ്, പിന്നെ അതുപോലെ തന്നെ ലീക്കേജ്, ഇവ ഒന്നും നോക്കാണ്ട് തന്നെ നമ്മൾ വേഗം തന്നെ ഒരു ഡയപ്പർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ബേബീസിന് അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ലീക്ക് ആവും. പിന്നെ അതുപോലെ തന്നെ ബേബീസിന് റാഷസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ബേബി അത്രയും അൺകംഫർട്ടബിൾ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ബേബിക്ക് ഞാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ലവ് ലാപ്പിന്റെ സുപ്രീം പാൻസ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഡയപ്പർ നമ്മളെ ബേബിന്റെ ഫസ്റ്റ് ഡേ മുതൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഡയപ്പറിൽ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് എന്ന് പറയുന്നത് ലീക്ക് ആവാൻ പാടില്ല എന്നുള്ളതാണ്. ഈ ഒരു ഡയപ്പറിൽ 5 ലെയർ സൂപ്പർ ലൈറ്റ് കോറാണ് കേട്ടോ വരുന്നത്. അതുകൊണ്ട് തന്നെ ലീക്ക് ആവാൻ ചാൻസേ ഇല്ല. പിന്നെ 12 hours ലോങ് ലാസ്റ്റിംഗ് ആട്ടാ വരുന്നത്. അതുപോലെ തന്നെ എയർ കംഫർട്ടും കൂടിയാണ്. നമ്മൾ ബേബിന്റെ സ്കിൻ കെയർ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതിൽ ആന്റി റാഷ് അലോവേറ ലോഷൻ ഉള്ളതുകൊണ്ട് തന്നെ റാഷസ് അങ്ങനെയുള്ള ഒന്നും തന്നെ ഉണ്ടാവില്ല. നമുക്ക് ഈ ഒരു പാൻസിന്റെ അബ്സോർബൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിത് ഒരു ഗ്ലാസ്സിൽ 500 ml കളർ വാട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വിത്തിൻ സെക്കൻഡ്സിൽ തന്നെ നമ്മളെ പാൻസ് ഫുള്ളായിട്ട് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ വെച്ചിട്ട് എത്രത്തോളം ഡ്രൈ ആയിട്ടുണ്ട് നോക്കട്ടെ. നമ്മൾ ടിഷ്യൂവിൽ ഒരു തുള്ളി പോലും വെള്ളമില്ല, ഫുൾ ഡ്രൈ ആയിട്ട് തന്നെ ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് എന്താ സ്ക്വീസ് ചെയ്ത് നോക്കട്ടെ. ഈ വെള്ളം പുറത്തേക്ക് വരുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സ്ക്വീസ് ചെയ്ത് നോക്കാം. ഇതാ സ്ക്വീസ് ചെയ്തിട്ടും ഒരു തുള്ളി പോലും പുറത്തേക്ക് വന്നില്ല. അത്രത്തോളം നമ്മളെ പാൻസ് അബ്സോർബ് ചെയ്തു കേട്ടോ വെള്ളം. അപ്പോൾ ഈ വെള്ളമെല്ലാം എവിടെയാണ് പോയതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഈ പാൻസ് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. കട്ട് ചെയ്തിട്ട് ഇതാ ജെല്ല് പോലെയാണ് ആയിട്ടുള്ളത്. അവിടെ ഒരു ലിക്വിഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൽ അലോവേറ ഉള്ളത് കൊണ്ട് തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 0 ഇറിറ്റേഷനും കൂടിയാണ്. പിന്നെ ഇതിന്റെ മെറ്റീരിയൽ പറയുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. നമ്മളെ ബേബി അത്രയും കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു യെല്ലോ കളർ ലൈന് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ബേബിന്റെ യൂറിൻ നിറഞ്ഞോ മനസ്സിലാവാനാണ് കേട്ടോ. യൂറിൻ നിറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ബ്ലൂ കളറായിട്ട് മാറും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിൽ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ യൂസിന് ശേഷം ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിനാട്ടോ. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഈ ഒരു സ്റ്റിക്കർ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചിട്ട് നമുക്ക് വേഗം തന്നെ ഡിസ്പോസ് ചെയ്യാം. അപ്പൊ നമ്മളെ ലവ് ലാപ്പിന്റെ സുപ്രീം പാൻസ് ഡിഫറെന്റ് സൈസിൽ അവൈലബിൾ ആണ് കേട്ടോ. നമ്മളെ ബേബിന്റെ ഓരോ മന്തിലും ഓരോ സൈസ് ആയിരിക്കും. അപ്പൊ അത് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ്. അപ്പൊ ഇത് വാങ്ങിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഇപ്പുറത്തേക്ക് വരുന്ന സമയത്ത് ബാപ്പിയും മോളും കൂടി ഇവിടെ നല്ല കളിയാണ്. കുട്ടികളെല്ലാം എത്ര പെട്ടെന്ന് വലുതാന്ന് അവരൊന്നിച്ച് സമയം സ്പെൻഡ് ചെയ്യുക, കളിക്കുക അല്ലേ? അല്ലേ മോളെ? വലുതായി കഴിഞ്ഞാൽ അവര് ഇതിലേക്ക് പോകും. ഉള്ള സമയം നല്ല എൻജോയ് ചെയ്ത് കളിക്കാം. അപ്പം ഈ ഒരു ഇത് നമ്മൾ എന്തായാലും മിസ് ചെയ്യാൻ പാടില്ലല്ലേ? അതന്നെ, പണ്ട് കളിച്ചിട്ടില്ലല്ലോ നോക്കരുത്. ആ ഓക്കെ ഓക്കെ. ഇതാകട്ടെ ഇവരെ അതിരാണിത് വരച്ചത്. ഇന്ന് പുതിയതായിട്ട് ആക്കിയതാണ്. പിന്നെ ഇതിനെ കൊണ്ട് ഓള് ജയിലും ആക്കലുണ്ട് കേട്ടോ. ഇത് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് ഓള് അതിന്റെ ഉള്ളിൽ നിർത്തിച്ചിട്ട് അങ്ങനെ ജയിലിലാക്കിയിട്ടെല്ലാം കളിക്കുന്നത് കാണാം. ഫുഡ് കഴിക്കലായാ? നമുക്കെന്നാ ശരിക്കും ഫുഡ് കഴിച്ചാലോ? ചോറാക്കി ഉമ്മി സൈറിഷിന് ഒരു അടിപൊളി ഫുഡ് ഉണ്ടാക്കിയത്. ഞാൻ ഉണ്ടാക്കുന്ന സമയം കട്ട് ചെയ്യാനുള്ള ആൾ എൻ്റെ കൂടെ തന്നെ ഹെൽപ്പ് ചെയ്യാനെല്ലാം ഉണ്ടായിന് കേട്ടാ. ഇപ്പൊ ഇപ്പുറത്തേക്ക് വന്നിട്ട് ബാപ്പാന്റെ കൂടെ കളിക്കുന്നതാണ്. എന്താണ് സ്വകാര്യം പറയുന്നത്? കാണിച്ചേരല്ലോ. ഒച്ചാക്കരുത്. ബാങ്കൊന്നും കൊടുക്കുന്നില്ല. രണ്ടുപേരെ രണ്ടു മണിക്കാ ബാങ്ക് കൊടുക്കല്. ഉച്ചക്ക് ഉണ്ടാക്കിയത് ഇതാണ് കേട്ടോ. ഒരു ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ ഒരു പുലാവ് എന്ന് വേണമെങ്കിൽ പറയാം. ഓൾറെഡി ഞാൻ ഇതെല്ലാം കുക്ക് ചെയ്തത് തന്നെ ഉണ്ടായിന്. ജസ്റ്റ് വെജിറ്റബിൾസ് മാത്രം കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കേണ്ടതേ ഉണ്ടായിട്ടുള്ളൂ. ജസ്റ്റ് എല്ലാം ഒന്ന് കുക്ക് ചെയ്തിട്ട് ഒരു ഹാഫ് കുക്കിലുള്ള സാധനം എല്ലാം ഉണ്ടായിന്. അപ്പൊ അതുകൊണ്ട് തന്നെ വേഗം അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് വിളിക്കാം. ഇത് നമ്മള് മാക്സിമം കുട്ടികൾക്കില്ലേ ഇങ്ങനെ കളേർഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. ഇതിലാണ് കൂടുതൽ, അതായത് കളർ അടങ്ങി കൂടുതൽ ഗ്രീന് റെഡ് അങ്ങനെയുള്ള കളർ വരുന്ന ഫുഡാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് നല്ലത് എന്ന് പറയുന്നത്. മർസിക്ക് എന്തോ പൂതി പോലും, എന്തോ ഒരു സ്പെഷ്യൽ പൂതി. എന്താണ്
മസാല ദോശ തിന്നാന് ഇന്ന് ഉച്ചക്ക് ശേഷം തുടങ്ങിയൊരു പ്രഗ്നന്റ് ആയാലും അതെല്ലാരും മസാല ദോശക്ക് പറയല്. പക്ഷെ ഞാൻ പ്രഗ്നന്റ് ആയാലും മസാല ദോശക്ക് ഒന്നും ഞാൻ പറ്റൊന്നുമില്ല. പറഞ്ഞിന് എപ്പോന്നാണ് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഹോസ്പിറ്റലിൽ എവിടെയാ മുത്തമ്മനെ കണ്ടില്ലേ മുള്ളിന്റെ ഫ്ലവർ എല്ലാം പറിച്ചിന്. ഫ്ലവർ പറിച്ചിട്ട് വന്നു. അവിടെ ഇത്താത്താന്റെ ആപ്പ് ഉണ്ടായിനെ, ഇത്താത്താന്റെ. എന്നിട്ട് വേഗം പോയി ഓർ എടുക്കലും ചെയ്ത് പിന്നൊന്നും പറയണ്ട. ഓറായിട്ടുള്ള കമ്പനിയായി. നമ്മളെല്ലാ ബ്ലോഗിനും അങ്ങനെ മർസിയുടെ പൂതി തീർക്കാൻ വേണ്ടി പോവുകയാണ്. ഉമ്മിക്ക് എന്ത് പൂതിയാ മോളെ? മഷൂരിൽ പോവാൻ, മസാല ദോശ തിന്നാൻ പോവാൻ. നമ്മളെ മഷൂർ റിസോർട്ട് എന്ന് പറയുന്നത് മഷൂർ ബീച്ച് റെസ്റ്റോറന്റ് വീണ്ടും റിസോർട്ട് തന്നെ പറയുന്നത്. ഇപ്പുറത്തെ ഒരു റിസോർട്ട് ഉണ്ടല്ലേ? മോക്ക് ബീച്ചിന്റെ അടുത്ത് എത്തിയ ബീച്ചിലേക്ക് ഒന്ന് പോകണമെന്ന് ആഗ്രഹം. കുറച്ച് സമയാണേ. വെള്ളത്തിൽ കളിക്കണ്ട കേട്ടാ. നല്ല ഇതാണല്ലേ. വാ, ഞാൻ പിടിക്കുന്ന വിചാരിച്ചിട്ടാ ഓടിക്കളിക്കുന്നു. നല്ല അടിപൊളി സംഭവം കാണാം. എന്താ എഫക്റ്റ് ആകാശം കാണുമ്പോ നോക്കിയേ. കാണിക്കട്ടെന്ന് പറഞ്ഞാൽ നിന്റെ എടുക്കല്ലേ ഒന്ന്. നല്ല രസമുണ്ട് കാണാൻ. ബാപ്പ എന്നോട് പറയാൻ പറഞ്ഞിട്ട് പറയുന്നത് അത് കൊട്ട രസൂല. ആ കൈ പിടിക്കാല, നിങ്ങൾ രണ്ടാള് മാത്രം വീഡിയോയില് ഇത് പറഞ്ഞിട്ട് പോകുന്നത് അതാട്ടാ. എന്തേ എന്തേ അങ്ങനെ പറഞ്ഞിട്ടില്ല. മഷൂറില് ലൈറ്റ് അടഞ്ഞു തീർക്ക. ലൈറ്റ് അടഞ്ഞു അല്ലേ തീർക്ക? അല്ല, ലൈറ്റ് തുറന്നു. ലൈറ്റ് ഇട്ടു. നമ്മള് സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. നെസൂന് ഒരു തട്ടുദോശ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു അപ്പം മിക്സും പിന്നെ ഒരു മസാല ദോശ പറഞ്ഞേ. ബഹളം ഒച്ചപ്പാട് ഇവിടെ ഉള്ള അല്ലേ? മോള് പുറത്തു പോലേ? മൗച്ചിന്റെ അവിടെ മൗച്ചി. ഓക്കെ സെറ്റ്. അപ്പൊ നമ്മളെ എല്ലാ പരിപാടിയിലും കഴിഞ്ഞ് ഇന്നത്തെ അല്ലേ വീട്ടിലെത്തി. ആ ഗേറ്റ് അടച്ചോ? പുറത്തൊരു പശു നിൽക്കുന്നുണ്ട്. ആര് താന്നമ്മത്? പിന്നെ അകത്ത് കയറിയിട്ട് പണിയാക്കണ്ട. ചോക്ലേറ്റ് വാങ്ങി തന്നിന് പാപ്പ അല്ലേ? ഓള് പറയാന്ന് വ്ളോഗില് പറയാന്ന് ബാപ്പ വാങ്ങി തന്നെയാണേ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് അടുത്ത വ്ളോഗിൽ വരാം. അമ്മയുടെ വൈൻഡപ്പ് ചെയ്യാന്ന്. ഓക്കെ. ഇവിടെ ഇത്താത്ത വീണല്ലേ? അതാ മഷൂരിലാ ഇങ്ങനെ സ്ലൈഡറിന് സ്ലൈഡ് ചെയ്യുമ്പോ ഒരു കുട്ടി വീണ്. അതെ, അതെല്ലാം എങ്ങനെ മോള് കണ്ടേ? അപ്പൊ ഓക്കെ, ബൈ പറ. ബൈ. നമ്മളടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ.